കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹൈവേയിലൂടെ ചീറി പാഞ്ഞു പോകുന്ന കാറിനുള്ളിൽ സിയുടെ തണുപ്പിൽ നിധി മയങ്ങിക്കിടന്നു. ഉച്ചക്ക് കഴിച്ച ബിരിയാണിയുടെ ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ അയവായിരിക്കാം. അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സുധീഷ് ഇടയ്ക്കിടെ അവളെ വാത്സല്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പടർന്ന നിഷ്കളങ്കത കാണുമ്പോൾ അവന് അത്ഭുതം തോന്നി. എല്ലാം ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഇറങ്ങി വന്നവളാണ്. വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവൾക്ക് വലിയ ധാരണയൊന്നുമില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ നിധി ഞെട്ടി ഉണർന്നു. അവൾ ചുറ്റും നോക്കി. അയ്യോ, നമ്മൾ ഒത്തിരി ദൂരമെത്തിയോ? ഞാൻ കുറേ നേരം ഉറങ്ങിയില്ലല്ലോ, അവൾ ജാള്യതയോടെ ചോദിച്ചു. കുറച്ച് സമയമേ ആയുള്ളൂ, ഇനി ഒരു 3/4 മണിക്കൂറും കൂടി യാത്രയുണ്ട്, സുധീഷ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ക്ഷീണം കൊണ്ടാവും, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. 2 ദിവസമായി നേരാവണ്ണം ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു. സുധീഷ് ഡാഷ്ബോർഡിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് കഴിച്ചോ, നിന്റെ ക്ഷീണം മാറും. അവൾ അത് വാങ്ങി കഴിക്കുന്നതിൽ തന്നെ സുധീഷിനെ ഉറ്റുനോക്കി. സത്യം പറയട്ടെ സുധീഷേട്ടാ, ആദ്യം കണ്ടപ്പോൾ ഇത്ര നല്ല സ്വഭാവമാണെന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ഒരു മുൻകോപക്കാരനാണെന്നാ കരുതിയത്. ഓഹോ, അപ്പോൾ എന്നെ കണ്ട ഒരു റൗഡി ലുക്കുണ്ടല്ലേ, അവൻ തമാശ രൂപേണ ചോദിച്ചു. അങ്ങനെയല്ല, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു. യാത്രക്കിടയിൽ വർത്തമാനം പഴയ പ്രണയകഥകളിലേക്ക് തിരിഞ്ഞു. സുധീഷ് ഏട്ടന് പണ്ട് ഗേൾഫ്രണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? നിധിയുടെ ചോദ്യം കേട്ട് സുധീഷ് ഒന്ന് ചിരിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. +1 പഠിക്കുമ്പോൾ എനിക്കൊരു കുട്ടിയോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ അത് അവിടം കൊണ്ടങ്ങ് തീർന്നു. പിന്നെ കോളേജിൽ വെച്ച് വേറൊരു കുട്ടിയോട് ക്രഷ് തോന്നി. പക്ഷേ അവളുടെ അച്ഛൻ വലിയൊരു തടിമില്ല് ഉടമസ്ഥനായിരുന്നു. അവസാനം അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ എന്നെ സഹോദരനാണെന്ന് പറഞ്ഞ് മെല്ലെ അങ്ങ് ഒഴിവാക്കിപ്പോയി. സുധീഷിന്റെ തമാശ കേട്ട് നിധി പൊട്ടിച്ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് സുധീഷിന്റെ മുഖം അങ്ങ് ഗൗരവത്തിലായി. പക്ഷേ നിധി, ഇപ്പോൾ എൻ്റെ മനസ്സിലൊരാളുണ്ട്. പഴയതുപോലെയല്ല, ഇത് ഒറിജിനൽ പ്രണയമാണ്. പക്ഷേ ആ കുട്ടിക്ക് അത് അറിയുമോ എന്ന് സംശയമാണ്. നിധിക്ക് ആകാംക്ഷയായി. ആരാ അത്? എന്നിട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ? ഇല്ല, സമയം വരുമ്പോൾ പറയും. സുധീഷ് നിഗൂഢമായി ചിരിച്ചു. ഞാൻ സഹായിക്കണോ പറയാൻ? നിധി നിഷ്കളങ്കമായി ചോദിച്ചു. എന്നെ സഹായിക്കാനോ? നിന്നോട് തന്നെയാടി പെണ്ണെ ഞാൻ പറയാൻ പോകുന്നത്, സുധീഷ് മനസ്സിൽ പറഞ്ഞു. പുറമേ ചിരിച്ചുകൊണ്ട് തന്നെ മൗനം പാലിച്ചു. സമയം അല്പം പിന്നിലേക്ക് പോയി. നിധിയും സുധീഷും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയം അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു പിരിമുറുക്കം. പോലീസ് ഇൻസ്പെക്ടർ SI അവരെ ഉറ്റുനോക്കുന്നുണ്ട്. എന്താടോ, കല്യാണം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഇവളെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? SIയുടെ ചോദ്യത്തിന് സുധീഷ് വിനയത്തോടെ തലയാട്ടി. ഉണ്ട് സർ, പൊന്നുപോലെ നോക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടുന്നായി വരുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണോ? പോലീസുകാരൻ പെട്ടെന്ന് ചോദിച്ചു. സുധീഷ് അതേന്ന് മൂളിയപ്പോൾ നിധി പേടിയോടെ അല്ല എന്ന് പറഞ്ഞു. SIക്ക് സംശയമായി. 2 പേരും 2 ഉത്തരമാണല്ലോ പറയുന്നത്. സത്യം പറ, നിങ്ങൾ എന്താ ഇവിടെ വന്നത്? വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണോ? നിധി ആകെ വിറച്ചുപോയി. അവർ പെട്ടെന്ന് തന്നെ കള്ളം പറഞ്ഞു. അല്ല സർ, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതറിഞ്ഞ് അച്ഛനെ കാണാൻ വന്നതാണ് ഞങ്ങൾ. അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് പോലീസുകാർക്ക് അലിവും ഒപ്പം സംശയവും തോന്നി. എത്ര വളർത്തി വലുതാക്കിയാലും കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കളെ ആരും ഓർക്കാറില്ല. അവർക്ക് നെഞ്ചു പൊട്ടും. അതുകൊണ്ടാണ് ആ പിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്, SI ഉപദേശരൂപേണ പറഞ്ഞു. എന്തായാലും ഇറങ്ങിപ്പോന്നതല്ലേ, ഇനി നന്നായിട്ട് ജീവിച്ച് കാണിക്കണം. അതിനുശേഷം ഒരു കോൺസ്റ്റബിൾ ഒരു പേപ്പർ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു. ഇതാ മാരേജ് സർട്ടിഫിക്കറ്റ്, 2 പേരും ഇതിലൊന്ന് ഒപ്പിടൂ. മാരേജ് സർട്ടിഫിക്കറ്റോ? നിധി ആകെ ഞെട്ടിപ്പോയി. അതെന്താ സർ ഇപ്പോൾ? നിധിയുടെ അറിവില്ലായ്മ കണ്ട് SIക്ക് ദേഷ്യം വന്നു. എന്താടോ, താൻ ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? നിയമപരമായി നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കുന്ന രേഖയാണ്, ഒപ്പിടാൻ നോക്ക്. സുധീഷിന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് തോന്നി. അവൻ നിധിയോട് പതുക്കെ പറഞ്ഞു. നിധി, ഞാൻ സാറിനോട് സംസാരിക്കാം, നീ ഒന്ന് മാറി നിൽക്ക്. നിധിയെ മാറ്റി നിർത്തിയിട്ട് സുധീഷ് SIയോട് സത്യം പറയാൻ ശ്രമിച്ചു. സർ, അവൾ ലീഗലായി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. ലിവിങ് ടുഗദർ എന്ന രീതിയിലാണ് അവൾ ഇതിനെ കാണുന്നത്. പെട്ടെന്ന് കല്യാണം എന്നൊക്കെ കേട്ടപ്പോൾ പേടിച്ചതായിരിക്കും. കൊള്ളാം, ഇന്നത്തെ പിള്ളേരുടെ ഒരു കാര്യം. ഒട്ടും ബാധ്യതയില്ലാതെ ജീവിക്കണം, മടുക്കുമ്പോൾ ഉപേക്ഷിച്ചു പോവാമല്ലോ. എന്തായാലും താൻ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇവിടെ നിന്നും ഇറങ്ങിയാൽ പിന്നെ ആരും ചോദിക്കാനില്ലെന്ന് കരുതണ്ട. അവസാനം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നിധിക്ക് ആശ്വാസത്തിലേറെ ആശങ്കയായിരുന്നു. സുധീഷേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിയത് തെറ്റായോ എന്ന് എനിക്ക് ഭയം തോന്നുന്നു, അവൾ സങ്കടത്തോടെ പറഞ്ഞു.
പേടിക്കേണ്ട നിധി, ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. നമ്മൾ നന്നായിട്ട് തന്നെ ജീവിച്ച് കാണിക്കും, സുധീഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം ഗ്രാമത്തിൽ മറ്റൊരു നാടകം അരങ്ങേറുകയായിരുന്നു. സുനന്ദയുടെ വീട്. അവളുടെ അമ്മ, തനി നാട്ടിൻ പുറത്തുകാരിയായ എന്നാൽ പിടിവാശിക്കാരിയായ സ്ത്രീ സുനന്ദയോട് ദേഷ്യപ്പെടുകയായിരുന്നു. എടി, വീടൊക്കെ അടിച്ചു വാരിയിടാൻ പറഞ്ഞിട്ട് നീ ഇത് എവിടെ പോയിരിക്കുവാണ്? എപ്പോൾ നോക്കിയാലും ഫോണും കുത്തിപ്പിടിച്ചിരുന്നോളും. അമ്മയുടെ ശകാരത്തിന് മറുപടി പറയാതെ സുനന്ദ വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു തയ്യൽക്കാരി കയറി വന്നത്. കയ്യിൽ ഒരു കവറുമുണ്ട്. സുനന്ദേ, നീ കൊടുത്ത ബ്ലൗസ് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അളവൊക്കെ കൃത്യമാണോ എന്ന് നോക്ക്. സുനന്ദയുടെ നെഞ്ചിരിപ്പ് കൂടി. ഇത് നിധിയുടെ ബ്ലൗസാണ്. നിധി സുധീഷിന്റെ ഭാര്യയാണ്. സുധീഷിന്റെ വീട്ടുകാരുമായ സുനന്ദയുടെ അമ്മക്ക് വലിയ ശത്രുതയാണല്ലോ. ഈ ബ്ലൗസ് ഇവിടെ കണ്ട പുകിലുണ്ടാക്കും. ചേച്ചി പതുക്കെ പറ, സുനന്ദ ആംഗ്യം കാണിച്ചു. പക്ഷേ തയ്യൽക്കാരി അത് ശ്രദ്ധിച്ചില്ല. അമ്മ അപ്പോഴേക്കും അത് കേട്ടു. ഏത് ബ്ലൗസാടി? നീ എപ്പോഴാ തുണി തയ്ക്കാൻ കൊടുത്തത്? തയ്യൽക്കാരി നിഷ്കളങ്കമായി പറഞ്ഞു. അത് ഭാസ്കരന്റെ മരുമോളുടെ ബ്ലൗസല്ലേ, സുനന്ദയല്ലേ തയ്ക്കാൻ തന്നത്. അമ്മയുടെ മുഖം അങ്ങ് കറുത്തു. ഭാസ്കരന്റെ മരുമോളോ? ആ വീടുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എടി, ആ വീടുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി? അമ്മ അലറിക്കൊണ്ട് പറഞ്ഞു. തയ്യൽക്കാരിക്ക് അപകടം മണത്തു. അവർ ബ്ലൗസ് അവിടെ വെച്ച് വേഗം തന്നെ സ്ഥലം വിട്ടു. അമ്മ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇങ്ങ് താടിയത്. ആ വീട്ടിലെ തുണി ഇവിടെ വെക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാനത് കീറിക്കളയും. അമ്മ ബ്ലൗസ് പിടിച്ചു വലിക്കാൻ തുടങ്ങി. സുനന്ദക്കത് സഹിക്കാനാവില്ല. അവൾ അമ്മയുടെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. അമ്മേ, വേണ്ട, അത് കീറിയാൽ പിന്നെ അമ്മ എൻ്റെ മുഖം കാണില്ല. ഞാൻ അമ്മ എന്ന് വിളിക്ക പോലുമില്ല. അവളുടെ ശബ്ദത്തിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. മകളുടെ പ്രതികരണം കണ്ട് അമ്മ ഒന്ന് അമ്പരന്നു. കയ്യിലിരുന്ന കവറ് നേരെ താഴേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ് അമ്മ നേരെ അകത്തേക്ക് കയറിപ്പോയി. നിന്റെ അഹങ്കാരം ഞാൻ അങ്ങ് തീർത്തു തരാം. സുനന്ദ വേഗം ബ്ലൗസ് എടുത്ത് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ നേരെ സുഭാഷിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. സുഭാഷ് വീടിന്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സുനന്ദ ഓടിക്കിതച്ചു വരുന്നത് കണ്ട് അവൻ അമ്പരന്നു. എന്താ സുനന്ദേ, എന്താ പറ്റിയത്? അവൾ ആ ബ്ലൗസ് അവന് നേരെ നീട്ടി. ഇത് നിധിയുടെ ബ്ലൗസാണ്, തയ്ച്ചു കിട്ടി. അമ്മ അറിഞ്ഞു. വലിയ വഴക്കായി. അവളുടെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. സുഭാഷ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ അവൾ ചോദിച്ചു, സുഭാഷ് ഏട്ടാ, അനിയൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? സുഭാഷ് ഏട്ടന് സങ്കടമുണ്ടോ സ്വന്തം കല്യാണം നടക്കാത്തതിൽ? സുഭാഷ് ചിരിച്ചു. എനിക്കെന്ത് സങ്കടം? എൻ്റെ അനിയന്മാർ സന്തോഷമായിരുന്നാൽ മാത്രം മതി. അന്നേരം സുനന്ദ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കള്ളം പറയണ്ട, എനിക്കറിയാം ആ മനസ്സ്. സുഭാഷേട്ടൻ ഓരോ തവണ പെണ്ണ് കാണാൻ പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് നടക്കരുതേ എന്ന്. എന്നാൽ അത് കേട്ടതോടുകൂടത്തിന് സുഭാഷ് ഒന്ന് ഞെട്ടിപ്പോയി. എന്തിന്? കാരണം എനിക്ക് സുഭാഷേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. സുഭാഷേട്ടനില്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നിധിയെപ്പോലെ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്കങ്ങ് ഇറങ്ങി വന്നാലോ എന്ന്. അവളുടെ വാക്കുകൾ ഇടറി. പക്ഷേ എൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയാണ്. അമ്മയുടെ പ്രതീക്ഷ ഞാനാണ്. അവരെ ചതിച്ച് അവരുടെ കണ്ണുനീരിന് മുകളിൽ നമ്മുടെ ജീവിതം പടുത്തുയർത്താനൊന്നും എനിക്ക് വയ്യ സുഭാഷേട്ടാ, അത് ശരിയല്ല. സുഭാഷ് സുനന്ദയുടെ വാക്ക് കേട്ടൊന്ന് മൗനമായി നിന്നു. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം അവൻ തിരിച്ചറിയുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രാർത്ഥനകൾ തെറ്റായിരുന്നു എന്ന്. സുഭാഷേട്ടൻ വേറെ കല്യാണം കഴിക്കണം. നല്ലൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരണം. എന്നെ ഓർത്തിട്ടൊരിക്കലും സുഭാഷേട്ടൻ സങ്കടപ്പെടരുത്. പക്ഷേ ഒരു കാര്യം, വേറൊരു വിവാഹം കഴിച്ചാലും എനിക്ക് പഴയതുപോലെ ഇവിടെ വരാനും മിണ്ടാനുമൊക്കെ പറ്റുമോ? അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അന്നേരം സുഭാഷിൻ്റെ തൊണ്ടയിടറി. സുനന്ദേ, വേണ്ട, ഒന്നും പറയണ്ട. എൻ്റെ വിധി ഇതായിരിക്കും. ഞാൻ ആഗ്രഹിച്ചതൊന്നും തന്നെ നടക്കില്ലായിരിക്കും. പക്ഷേ സുഭാഷേട്ടന് സന്തോഷമായിരിക്കണം. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് നോക്കി നിൽക്കുന്ന സുഭാഷിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഒരു വശത്ത് എല്ലാം ഉപേക്ഷിച്ച് ഒന്നിച്ച് നിധിയും സുധീഷും, മറുവശത്ത് കുടുംബത്തിന് വേണ്ടി സ്വന്തം പ്രണയം ബലി കഴിക്കുന്ന സുനന്ദ. സ്നേഹമെന്നത് സ്വന്തമാക്കാൻ മാത്രമല്ല, ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ കൂടിയുള്ളതാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. കയ്യിലിരുന്ന ആ ബ്ലൗസ് ഒരു പ്രതീകം പോലെ അവന് തോന്നി. തുന്നിച്ചേർക്കപ്പെട്ട ബന്ധങ്ങളുടെയും കീറിപ്പോയ സ്വപ്നങ്ങളുടെയും. അങ്ങനെ ഇനി ഒരിക്കലും തങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ലല്ലോ. സുനന്ദയുടെ സ്നേഹമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം സുഭാഷ് ചങ്ക് തകർന്നു നിന്നു പോകുന്ന ആ ഒരു കാഴ്ചയോടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.